ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്ന് വട്ടവട ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയാണ്. എന്തായാലും പോണ വിശേഷം, അങ്ങോട്ട് പോയിട്ടുള്ള ഓരോ വിശേഷങ്ങൾ നമുക്ക് കണ്ടേനെ അറിയാം. അങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഇരിക്കണത് അജേഷ് മനോജ് പാഞ്ചാലി മേടാണ് ഫസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് നമ്മൾ പോകുന്നത്. നമുക്കൊരു 6:35 ആകുമ്പോൾ ഏകദേശം എത്തും. ആ സമയത്ത് നമുക്ക് സൺറൈസ് കാണാം. അതിനുള്ള പ്ലാനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വട്ടവട. അപ്പോൾ ഓൺഗോയിങ് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടറിയാം. ഓക്കെ, നമ്മളിപ്പോൾ പാഞ്ചാലി മേട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസ് ഏരിയ ആണിത്. നമ്മളിവിടെ ടിക്കറ്റിനൊരു 25 രൂപ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് എൻട്രൻസ് ഉള്ളൂ. നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് ഇവിടെ. ബ്രദറൊക്കെ ടിക്കറ്റൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. റേറ്റ് എത്രയാടാ അനീഷ്? റേറ്റ് എത്ര? അപ്പൊ ഒരാൾക്ക് എത്ര ആയിരിക്കും? 25 രൂപ. 5 രൂപ കൂടിയല്ലേ? ആ, റേറ്റ് അറിയാം. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടാ. എന്താ ഇവിടെ മൊത്തത്തില് വേറൊരു ആംബിയൻസ് ആണ്. ഇതിന്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകമാണ്. അങ്ങോട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അത് നമുക്ക് കാണാം. എല്ലാ സീനിലും ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു സിഗ്നേച്ചർ കാണും. ഇതൊക്കെ പാറക്കല്ല് കൊണ്ടുണ്ടാക്കി എടുത്തിരിക്കുന്ന സംഭവമാണ്. ഗോവിന്ദ പൂവിനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇത് മാനുവലി ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് എന്ത് പൂവളിയത്? ചുമന്ന ഒരു പേരെന്താണെന്ന് അറിഞ്ഞൂടല്ലേ? സാധനം കൊള്ളാം. പറിച്ചെടുത്താല് നമ്മളിതാ ടോപ്പിലോട്ട് കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും സൺറൈസ് കാണാമെന്ന് തോന്നല്ല. സാധനം കുറവാണ്. മഞ്ഞിങ്ങനെ മൂടി കിടക്കണോണ്ട് കിച്ചു കോട കളഞ്ഞു തരാന്നാണ് പറയുന്നത്. കിച്ചു നമ്മളെ ഗൈഡാണ്. അങ്ങനെ പറയാം. അത് ആംബിയൻസ് വേറെ ലെവലാണ് കേട്ടോ. ഒക്കെ ആംബിയൻസ് ഫുള്ള് കോടയാണ്. നമ്മള് ഫുള്ള് ചാർട്ടായിട്ട്. അനീഷ് തിരിഞ്ഞ് കിടക്കാണ്. എങ്ങോട്ട് വന്ന് കാട്ടിക്കയറുമെന്ന് പറഞ്ഞിടാ. നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മളൊരു ടോപ്പ് ഏരിയ ആണിത്.
ഇവിടെ പണ്ട് ആളുകൾ ഈ കുരിശിന്റെ വഴിയൊക്കെ നടത്താറുണ്ടെന്നാണ്. ഇത് ഫുള്ള് ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ അവിടെ ഉണ്ട്, ഇതേപോലെ ഫുള്ളുണ്ട് കേട്ടോ. പക്ഷേ ഈ മഞ്ഞ് കോട നിറഞ്ഞ് കിടക്കുന്നുണ്ട്, കാണാൻ പറ്റാത്ത അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണിത്. ഇതാണ് റിസൾട്ട്. പക്ഷേ വേറെ വൈബാണ് കേട്ടോ, വൈബ് ഒരു രക്ഷയില്ല. ഒരു കാര്യം കാണിച്ചു തരാം. നമുക്ക് അവിടെ ഒരു സീറ്റുണ്ട്, ഇതേപോലെ പല സ്ഥലങ്ങളിൽ സീറ്റുണ്ട്, ഇതേപോലെ നല്ലൊരു വ്യൂ പോയിന്റ്. നമ്മൾ ആക്ച്വലി വന്നത് സൺറൈസ് കാണാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ മൊത്തം മേഘങ്ങളോട് നിറഞ്ഞിരിക്കുന്നത്. ഇതേ കണ്ട, ആ മേഘത്തിൻ്റെ ബാക്ക് സൈഡിൽ സണ്ണുണ്ട്, പക്ഷെ ഫുള്ള് മേഘം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. ഈ ടൈമിൽ വന്ന് ഇങ്ങനെ വന്ന് അമ്മേ സൺറൈസ് പ്രതീക്ഷയാണ് വന്നത്. പക്ഷേ സൺറൈസ് കോട കാരണം പാളിപ്പോയി. അപ്പം എന്തായാലും അടുത്ത് നമ്മൾ നേരെ വട്ടവടയാണ് പോകുന്നത്. എന്നിട്ട് അതിൻ്റെ കാഴ്ചകളിലോട്ട് കാണാം. ഇനി എന്തായാലും ഇനിയിപ്പോൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മഞ്ഞായതുകൊണ്ട് മൊത്തം. എന്തായാലും നമുക്ക് നേരെ വട്ടവട. ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടവട എത്തുന്നതിന് മുമ്പ് ഒരു 30 കിലോമീറ്റർ മാറി ഉള്ളൊരു സ്ഥലത്താണ്. പ്രത്യേകിച്ച് നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ള സ്ഥലത്ത് കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. വളരെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകാർ വന്ന് വണ്ടി സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീസൺ അല്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും കുറവ്. അല്ലെങ്കിൽ നല്ല കൗണ്ട് ഓഫ് ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കേണ്ടത്. കാരണം അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം, വഴികളൊക്കെ വിട്ടിട്ടുണ്ട്. അത്രയും ഒരു ആംബിയൻസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പം നമുക്കിനി നേരെ വട്ടവടയിലോട്ടുള്ള യാത്രയുടെ കൂടെ കയറുന്ന സ്ഥലങ്ങളാണ്. ഇതേപോലെ ഇനി ഓരോ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, വേറെ ഒന്നും കാണിക്കണ്ട. ഹീറ ഹോം സ്റ്റേ റിസോർട്ടിലാണ് നമ്മളിപ്പോൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും കാണാം. വളരെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്, അത്രയും ബ്യൂട്ടിയാണ് കാണിച്ചത്. കൃഷ്ണ ഒരു കൈ കാണില്ലേ?
അങ്ങനെ നമ്മൾ ഈറ ഹോം സ്റ്റേ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ദിവസം. നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വാക്കിങ്ങിനൊക്കെ പോയി നമ്മൾ തിരിച്ചു വന്നു. ഇനിയുള്ള പരിപാടി ക്യാമ്പ് ഫയറും ഡാൻസും DJ പാർട്ടിയൊക്കെയാണ്. നമ്മൾ ഇന്നലെ വട്ടവട റിസോർട്ട് എടുത്ത് അവിടെ നൈറ്റ് ക്യാമ്പ് ഫയറും ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് നല്ല ചില്ല് ചെയ്ത് രണ്ടാമത്തെ ദിവസമാണിത്. വാട്ടർഫോളിൻ്റെ അടുത്ത് ശ്രദ്ധിച്ച് കേട്ടറിയാം. വാട്ടർഫോൾസിൻ്റെ സൗണ്ട് മനോഹരമായിട്ടൊരു വ്യൂ പോയിന്റ്. വെള്ളച്ചാട്ടം പേടിച്ച് നടന്നു. എല്ലാരും കയ്യാട കയ്യാട. ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടവട ടൂറിസ്റ്റ് സ്പോട്ട് ഒരു വ്യൂ പോയിന്റിലാണ്. ഇതാണ് ആ മനോഹരമായിട്ടുള്ള ആ വ്യൂ പോയിന്റ്. വളരെ കമൻ ക്വൈറ്റ്. കുറച്ച് ചൂടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ സീസണാണ്. മഴയൊക്കെ ആയിരുന്നു റീസെൻ്റായിട്ട്. നമ്മുടെ സ്ട്രോബെറി തോട്ടമാണ്. സ്ട്രോബെറീസൊക്കെ പറന്ന് വരുന്നതേ ഉള്ളൂ. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടവട വാട്ടർഫോൾസിൻ്റെ അടുത്താണ്. അതായത് നമുക്ക് 2 വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തെയാണ്. ഈ രണ്ടാമത്തെ വാട്ടർഫോൾസിലാണ് നമുക്ക് കുളിക്കാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് നമുക്ക് എന്തായാലും പോയി എങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങളെന്ന് നമുക്കറിയാം. ആ സ്ഥലം എത്തി. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ഇനി നിങ്ങളും കൂടെ കണ്ട് അതിൻ്റെ റിവ്യൂല് നടത്തിക്കോളൂ.
അപ്പോൾ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുവാണ് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുവാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഇത്രയും നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഇങ്ങനൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു റൂം അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വിഷ്ണു എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, മൊത്തത്തിൽ സൂപ്പറാണ്. നമുക്ക് പക്ക സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു, ഫുഡ് അടിപൊളിയായിരുന്നു, ആംബിയൻസ് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. സെറ്റ്. അജേഷ് എങ്ങനെയുണ്ടായിരുന്നു നിന്റെ റൂം സ്റ്റേ? മനോഹരം, അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളിനി പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. എല്ലാം കൊണ്ടും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നൈസ്. യു മസ്റ്റ് കം ആൻഡ് നോ ദ ഫീൽ. നമ്മുടെ കാർ അവിടെ കിടപ്പുണ്ട്, പിന്നെ നമ്മളൊന്ന് വേറെ കാർ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഫുഡിൻ്റെ കാര്യം പറഞ്ഞാലും നിങ്ങൾ വെളിയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് കഴിക്കുന്നതിനെക്കാട്ടും ഹോംലി ഫുഡ് ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഫുഡ് അത്യാവശ്യം ഇവിടെ ഉള്ളവർ അവരുടെ വീടും കൂടെ തന്നെയാണ് ഇതവരുടെ വീടാണ്. അതിൻ്റെ കൂടെ ഇവർ ഡൈനിങ് കൂടെ സെറ്റ് ചെയ്ത് വെച്ച് ചെയ്തെടുക്കുന്നത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ്, നല്ല ഫുഡുമാണ്. നമുക്ക് എന്തായാലും ഹാപ്പിയാണ്.